Hello friends, welcome to this new session on financial management. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഡിസ്കൗണ്ടിങ് ടെക്നീക്സിനെ കുറിച്ചാണ്. കഴിഞ്ഞ സെഷനിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വി ഡെൽറ്റ് വിത്ത് നോൺ ഡിസ്കൗണ്ടിങ് ടെക്നീക്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ ടെക്നീക്സ്. നൗ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് മോഡേൺ ടെക്നീക്സ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് ആൻഡ് നോൺ ഡിസ്കൗണ്ടിങ് ടെക്നീക്സിൻ്റെ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിങ് ടെക്നീക്സ് ആ പേരിൽ തന്നെ ഡിസ്കൗണ്ടിങ്, ദാറ്റ് ഈസ് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നത്. Non-discounting, which we looked last time, does not consider time value of money. അതിനകത്ത് നമ്മൾ പേ ബാക്ക് മെത്തേഡ് നോക്കി, അർജൻസി മെത്തേഡ് നോക്കി, ARR മെത്തേഡ് നോക്കി, റൈറ്റ്. ആൻഡ് പേ ബാക്കിൻ്റെ തന്നെ മോഡേൺ പേ ബാക്കും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നൗ ഇനി നമ്മൾ ഈ എൻറ്റയർ സെഷൻ അല്ലെങ്കിൽ ഈ എൻറ്റയർ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഡിസ്കൗണ്ടിങ് ടെക്നീക്സ് ആണ്, അല്ലെങ്കിൽ ടെക്നീക്സ് വിച്ച് ലുക്ക് അറ്റ് ടൈം വാല്യൂ ഓഫ് മണി. Before going into this content further, if you are new to this channel, please like, share and subscribe. Now the benefit that you have in this, നിങ്ങൾക്കറിയാം ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. ഇപ്പോഴും കുറേ പേർക്ക് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ടൈം വാല്യൂ മണി കൺസെപ്റ്റ് അത്രയും ക്ലിയർ ആവണമെന്നില്ല. നൗ അതിനകത്ത് ഒരു സെക്ഷൻ മാത്രമേ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. യു ഓൺലി നീഡ് ടു ബോദർ അബൌട്ട് ഡിസ്കൗണ്ടിങ്. കോമ്പൗണ്ടിങ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. Now just to refresh you, what is the difference between discounting and compounding? കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഭാവിയിൽ എത്ര കിട്ടും, ഓക്കെ, ഇന്ന് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു അറ്റ് എ പർട്ടിക്കുലർ റേറ്റ് ഓഫ് റിട്ടേൺ ഫോർ മേ ബി 1 year 2 year 3 years. അപ്പോൾ ആഫ്റ്റർ 3 years എത്ര എമൗണ്ട് ആണ് എനിക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് കോമ്പൗണ്ടിങ്. ഡിസ്കൗണ്ടിങ് ഓൺ ദി അതർ ഹാൻഡ്, ഭാവിയിൽ കിട്ടുന്ന ഒരു എമൗണ്ട്, സേ മേ ബി 5 years from now I will be getting this much amount of money, 1 lakh rupees. ഭാവിയിൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് 1 ലക്ഷം രൂപ കിട്ടുന്നത് അതിൻ്റെ ഈക്വലൻ്റ് ഇന്നത്തെ റേറ്റ് എത്രയാണെന്ന്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് പ്രസൻറ്റ് വാല്യൂ ഇസ് ഓൾ അബൌട്ട്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് ഇസ് ഓൾ അബൌട്ട് ഫൈൻഡിങ് ഔട്ട് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് സം എമൗണ്ട് ദാറ്റ് യു ആർ ഗെറ്റിംഗ് ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കലാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓൾ ദീസ് ടെക്നീക്സ്, ഇപ്പോൾ ഡിസ്കൗണ്ടിങ് ടെക്നീക്സ് കുറച്ചുകൂടി വാലിഡ് ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്യാഷ് ഫ്ലോസിൻ്റെയും പ്രസൻറ്റ് വാല്യൂ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ വി ആർ കൺസിഡറിങ് ടൈം വാല്യൂ ഓഫ് മണി വിച്ച് ഇസ് എ മച്ച് മോർ റിയലിസ്റ്റിക് അപ്രോച്ച് ഇൻ ടു ഡിസിഷൻ മേക്കിംഗ്. കാരണം ആ ഒരു കൺസെപ്റ്റ് പലപ്പോഴും മിസ് ചെയ്ത് പോകുന്നു. ബിക്കോസ് ദ മെയിൻ തിങ് അബൌട്ട് ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി, ഒരു ഹ്യൂജ് പെർസെൻറ്റേജ് ഓഫ് ദി റിട്ടേൺസ് ദാറ്റ് യു റിസീവ് ഇസ് നോട്ട് ഇൻ ദി പ്രസൻറ്റ്, ഇറ്റ് ഇസ് ഇൻ ദി ഫ്യൂച്ചർ. അപ്പോൾ ഫ്യൂച്ചറിലായതുകൊണ്ട് തന്നെ അതിനൊരു അസോസിയേറ്റഡ് റിസ്ക് ഉണ്ട്. ആൻഡ് ദാറ്റ് നീഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ടൈം വാല്യൂ ഓഫ് മണി കംസ് ഫ്രം ദാറ്റ്. ഓക്കെ, ആ നെസസിറ്റി അല്ലെങ്കിൽ ആ അൺസർട്ടനിറ്റി, ഫ്യൂച്ചറിൽ എന്താവും എന്നുള്ള അൺസർട്ടനിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ടൈം വാല്യൂ ഓഫ് മണിയുടെ പ്രസൻസ് വരുന്നത്. ഓക്കെ, സോ അത് മനസ്സിലാക്കാണ്ട് നമ്മളൊരു തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ഇൻകംപ്ലീറ്റ് ഡിസിഷൻ. ഓക്കെ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് ടെക്നീക്സ് പ്രൈമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. നൗ ആസ് യു നോ, വി കൺസിഡർ, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നോക്കുകയാണെങ്കിൽ വി ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ ടൈം വാല്യൂ ഓഫ് മണി. We make use of discounting techniques to convert future cash flows into present value. ഫ്യൂച്ചറിലുള്ള ക്യാഷ് ഫ്ലോസിനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഡിസ്കൗണ്ടിങ് യൂസ് ചെയ്യുന്നു. ദെൻ അതിനകത്ത് മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടഡ് പേ ബാക്ക്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, നെറ്റ് ടെർമിനൽ വാല്യൂ. ഓക്കെ, so these are the major techniques that you have to learn, that you have to get to know. Okay, so let's get into this one by one. First we'll deal with discounted payback method. Now payback method എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു. അത് റിലേറ്റീവ്ലി സിമ്പിൾ ആണ്. payback method, especially when it comes to equal cash flows ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. just divide the total investment by the annual cash flow. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര വർഷം കൊണ്ടാണ് നിങ്ങളുടെ amount recoup ചെയ്യാൻ, ഇൻവെസ്റ്റ്മെന്റ് recoup ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് payback മെത്തേഡിൻ്റെ. So let's look at discounted payback method. As you know, it is similar to your payback method that we've done. നമ്മൾ നേരത്തെ നോൺ ഡിസ്കൗണ്ടിങ് ടെക്നീക്സിൽ നോക്കിയിട്ടുള്ള പേബാക്ക് മെത്തേഡിൽ സിമിലർ ആണ്. നൗ അതിനകത്ത് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എല്ലാ ക്യാഷ് ഫ്ലോസിനെയും നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, വി കൺവേർട്ട് ഓൾ ദി ക്യാഷ് ഫ്ലോസ്. ഇപ്പോൾ ഈക്വൽ ക്യാഷ് ഫ്ലോസ് ആയിക്കോട്ടെ, അൺഈക്വൽ ക്യാഷ് ഫ്ലോസ് ആയിക്കോട്ടെ, നമ്മൾ എല്ലാത്തിനെയും നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ദെൻ വി അപ്ലൈ ദി ക്യുമുലേറ്റീവ് മെത്തേഡ്. വി ഫൈൻഡ് ഔട്ട് ഹൗ ലോങ് ഇറ്റ് ടേക്സ്. അപ്പോൾ നാച്ചുറലി ഈ പറഞ്ഞ പോലെ ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഈക്വൽ ക്യാഷ് ഫ്ലോസ് ആണെന്ന് വെച്ചോ, 30,000 എന്ന് വെച്ചിട്ട് ഈക്വൽ ക്യാഷ് ഫ്ലോസ് ആണെന്ന് വെച്ചോ, അതിനെ നമ്മൾ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ വർഷത്തെ പ്രസന്റ് വാല്യൂ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി അൺഈക്വൽ.
അല്ലേ? അപ്പോൾ അതിന് നമ്മൾ ആ ക്യുമുലേറ്റീവ് മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അൺഈക്വൽ ക്യാഷ് ഫ്ലോസ് എങ്ങനെയാണ് ചെയ്യുന്നത്, ആ ക്യുമുലേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു പർട്ടിക്കുലർ ഫോർമുല ഉണ്ടല്ലോ, ജസ്റ്റ് ബിഫോർ ദി എന്താ പറയുക, ജസ്റ്റ് ബിഫോർ കവറിങ് ദി കോസ്റ്റ് ഉള്ള ഇയറും പ്ലസ് ആ ഫ്രാക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഫോർമുല കണ്ടുപിടിക്കുന്നത്. ഈ മെത്തേഡ് അതേപോലെ തന്നെയാണ്, നോ ചേഞ്ചസ് വാട്ട്സോ എവർ. All we do is only thing different is that instead of the regular cash flow, we discount the cash flows and find out the present value. ആ present value ന്റെ പുറത്ത് നമ്മൾ accumulation ചെയ്തിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഡിസ്കൗണ്ടഡ് പേ ബാക്കിനെ കുറിച്ച് കാര്യമായിട്ടൊരു പ്രോബ്ലം വരുന്നില്ല. ഓക്കെ, ടെക്സ്റ്റിലാണെങ്കിലും നോക്കുകയാണെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. വന്നാൽ തന്നെ നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ ക്യാഷ് ഫ്ലോവിൻ്റെ ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ടിങ് ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിൽ നോട്ട് ദി ആനുവിറ്റി, ദി നോൺ ആനുവിറ്റി ടേബിൾ. അപ്പോൾ ആ നോൺ ആനുവിറ്റി ടേബിളിൽ ഓരോ വർഷത്തെയും കറസ്പോണ്ടിങ് ഫാക്ടേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഈ പറഞ്ഞിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ്. യു വിൽ ഗെറ്റ് ദി ക്യാഷ് പ്രസന്റ് വാല്യൂ ഓഫ് ദി ക്യാഷ് ഇൻഫ്ലോസ്. എന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഡിസ്കൗണ്ടിങ് പേ ബാക്ക് ഫോർ അൺഈക്വൽ ക്യാഷ് ഫ്ലോ മെത്തേഡ് ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ വളരെ എളുപ്പത്തിന് കിട്ടും. ഇൻ കേസ് ഓക്കെ, എന്താ പറയുക, ഒരു മെജോറിറ്റി ചാൻസ് എന്ന് പറയുന്നത് ഇത് പ്രോബ്ലമായിട്ട് വരാൻ ചാൻസ് ഇല്ല, കാരണം ടെക്സ്റ്റിലാണെങ്കിലും പ്രോബ്ലംസ് മെൻഷൻ ചെയ്തിട്ടില്ല. സോ ദ ചാൻസസ് ഓഫ് ദിസ് ബീങ് എ പ്രോബ്ലം ഇസ് വെരി സ്ലിം. വന്നാൽ തന്നെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ഇത്രയും ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദി ബിഗ് വൺ. നമുക്ക് നിങ്ങളുടെ സിലബസിൽ ഈ പറഞ്ഞിട്ടുള്ള പോർഷൻ, ഈ മോഡ്യൂളിൽ വലിയൊരു പ്രോബ്ലമാണ് NPV. വലിയൊരു പ്രോബ്ലം, ഇറ്റ്സ് ബേസിക്കലി എ സിമ്പിൾ പ്രോബ്ലം. പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഭയങ്കര ഹൈപ്പൊന്നുമില്ല, പക്ഷേ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ദാറ്റ് യു ഷുഡ് നോ. NPV പിന്നെ ഇതേപോലെ തന്നെ IRR എന്ന് പറഞ്ഞ രണ്ട് പ്രോബ്ലംസ് ഉണ്ട് ദാറ്റ് യു ഹാവ് ടു ബി വെൽ അവെയർ ഓഫ്. ഓക്കെ, സോ വിൽ ഗെറ്റ് ഇൻ ടു NPV ഓർ നെറ്റ് പ്രസൻറ്റ് വാല്യൂ. നൗ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ the cash flows and cash inflows and cash outflows are discounted into present value. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഇൻഫ്ലോസിനെയും ക്യാഷ് ഔട്ട്ഫ്ലോസിനെയും പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആൻഡ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസന്റ് വാല്യൂ ഉണ്ടാവും, ക്യാഷ് ഔട്ട്ഫ്ലോസിൻ്റെ പ്രസന്റ് വാല്യൂ ഉണ്ടാവും. വി മൈനസ് ദ ടു. ഓക്കെ, സാധാരണഗതിയിൽ ഇൻഫ്ലോയിൽ നിന്ന് നമ്മൾ ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ ആ ബാലൻസ് വരുന്ന എമൗണ്ട് ദാറ്റ് ഈസ് കോൾഡ് ദി നെറ്റ് പ്രസന്റ് വാല്യൂ. ഇൻഫ്ലോ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിൽ നിന്ന് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് പ്രസന്റ് വാല്യൂ. ഓക്കെ, നൗ ഈ നെറ്റ് പ്രസന്റ് വാല്യൂ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഓക്കെ, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ്, നമ്മൾ 5 വർഷത്തെ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസന്റ് വാല്യൂ ഓരോ വർഷത്തിൻ്റെയും സെപ്പറേറ്റ് പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ദി പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ദി ക്യാഷ് ഇൻഫ്ലോസ് അകത്തേക്ക് നമുക്ക് വരുന്ന വരവുണ്ടല്ലോ, അതെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് 1,50,000 എന്ന് വെച്ചോ. ഓക്കെ, ആൻഡ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ദി ഔട്ട്ഫ്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയില്ലേ, ദാറ്റ് ഈസ് അബൌട്ട് 1 lakh. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്തായിരിക്കും 1,50,000 ദി ഇൻഫ്ലോ മൈനസ് 1 lakh ദി ഔട്ട്ഫ്ലോ, ദാറ്റ് ഈസ് 50,000. 50,000 ആണ് NPV. നൗ ഇത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് എപ്പോഴാണ് വരുന്നത്? when the inflows are more than the outflows. Okay, inflows greater than outflows. and negative എപ്പോഴാണ് വരുന്നത്? outflows greater than inflows. ഓക്കെ, ഈ രണ്ട് സിറ്റുവേഷൻസിലാണ്, ഈ പറഞ്ഞ സിറ്റുവേഷനിലാണ് നെഗറ്റീവും പോസിറ്റീവും സംഭവിക്കുന്നത്. ഓക്കെ, നൗ ഇതിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നെഗറ്റീവ് NPVs ഡു നോട്ട് ടേക്ക്. നെഗറ്റീവ് NPVs ഒരു കാരണവശാലും ചൂസ് ചെയ്യാൻ പാടില്ല. റിജക്ട് ദ പ്രോജക്റ്റ്. ഇപ്പോൾ ഒരു പ്രോബ്ലം പലതരത്തിൽ വരാം. ചിലപ്പോൾ ഒരൊറ്റ പ്രോജക്റ്റ് ഉണ്ട്, ആ പ്രോജക്റ്റിൻ്റെ NPV കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ യുവർ റെക്കമെൻഡേഷൻ, ഇഫ് ഇറ്റ് ഈസ് എ പോസിറ്റീവ്, ആക്സെപ്റ്റ് ദ പ്രോജക്റ്റ്. ഇഫ് ഇറ്റ് ഈസ് എ നെഗറ്റീവ്, റിജക്ട് ദ പ്രോജക്റ്റ്. സിമ്പിൾ. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് ചില പ്രോബ്ലംസിൽ രണ്ട് പ്രോജക്റ്റുകൾ ഉണ്ടാവും, പ്രോജക്റ്റ് A, പ്രോജക്റ്റ് B. You have to choose between the two. Okay, രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നാച്ചുറലി ദ വൺ വിത്ത് ഹയർ NPV ഇസ് ചോസൺ. ഓക്കെ, കൂടുതൽ NPV ഉള്ള പ്രോജക്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, ദ പോസിറ്റീവ് NPV ആഡ്സ് ടു ദി ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. എന്തുകൊണ്ടാണ്? കാരണം ഷെയർ ഹോൾഡറിൻ്റെ വെൽത്തിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള പോസിറ്റീവ് NPV ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, NPV പോസിറ്റീവ് ആവാന്ന് പറയുന്നത് നമുക്ക് വരുന്ന ചെലവ് മീറ്റ് ചെയ്യപ്പെടുന്നു, നമുക്ക് വരുന്ന എക്സ്പെൻസുകൾ
മീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ മെയിൻ എക്സ്പെൻസ് എന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്കുള്ള എക്സ്പെൻസ് ആണ് മെയിൻ ആയിട്ടുള്ള എക്സ്പെൻസ്. പിന്നെ അഡീഷണൽ വേറെ വർക്കിംഗ് ക്യാപിറ്റൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷേ മെയിൻ വരുന്ന മിക്ക നിങ്ങൾക്ക് പ്രോബ്ലംസ് എലമെൻറ്റിൽ വരുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്, മെയിൻ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ഈ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇറ്റ് സെൽഫ്. അപ്പോൾ അത് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈം ക്രൈറ്റീരിയ. അത് മീറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനെയാണ് നമ്മൾ നെഗറ്റീവ് NPV സംഭവിക്കുന്നത്. അപ്പോൾ നാച്ചുറലി നെഗറ്റീവ് NPVs ഷുഡ് ബി റിജക്റ്റഡ്. കാരണം എന്താ, ഇട്ട കാശ് പോലും കിട്ടാത്ത സാഹചര്യത്തിൽ ആരെങ്കിലും കച്ചവടം ചെയ്യുമോ? Simple logic behind that. Okay, so a negative NPV must be rejected as it is not able to cover even the cost of capital. Cost of capital പോലും മര്യാദയ്ക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് നമ്മൾ NPV നെഗറ്റീവ് ആണെങ്കിൽ റിജക്റ്റ് ചെയ്യുക. ഓക്കെ, നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് റെഡ്യൂസസ് ദി ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ. അങ്ങനത്തെ നെഗറ്റീവ് NPV ഉള്ള പ്രോജക്റ്റിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷെയർ ഹോൾഡറിൻ്റെ വാല്യൂ ഉണ്ടല്ലോ അത് റെഡ്യൂസ് ആവാണ്. ഷെയർ ഹോൾഡറിൻ്റെ വാല്യൂ റെഡ്യൂസ് ആവാന്ന് പറയുമ്പോൾ നമ്മുടെ വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ആണ് മീറ്റ് ചെയ്യാണ്ട് പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു പ്രൈമർലി സ്റ്റഡി അബൌട്ട് NPV. നൗ വി ലുക്ക് അറ്റ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, നൗ ജസ്റ്റ് റീഡ് ദ പ്രോബ്ലം. ഐ എം റീഡിംഗ് ദ പ്രോബ്ലം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് 1 lakh. ഓക്കെ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1,00,000 രൂപയാണ്. നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് 30,000, 40,000, 40,000, 30,000 and 30,000 for the years 1 to 5. അതായത് ഫസ്റ്റ് ഇയറിൽ 30,000, സെക്കൻഡ് ഇയറിൽ 40,000, തേർഡ് ഇയറിൽ 40,000, ഫോർത്ത് ഇയറിൽ 30,000, ഫിഫ്ത്ത് ഇയറിൽ 30,000. ഓക്കെ, ഫൈൻഡ് ദി NPV, അസ്യൂം 15% ഡിസ്കൗണ്ട് ഫാക്ടർ. 15% ഇസ് ദി ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന രീതിയിൽ അസ്യൂം ചെയ്തിട്ടാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ്, ഹൗ ഡു യു ഡു ഇറ്റ് എന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ഇയേഴ്സ് എഴുതുക. 0 സിഗ്നിഫൈസ് ദി പ്രസൻറ്റ്. ഓക്കെ, നമ്മുടെ ഇന്നാണ് 0. ദെൻ 1 year from now, 2 years from now, 3 years from now, 4 years from now and 5 years from now. Now we'll write in the cash flows. Cash flows എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് 1,00,000 രൂപ പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ -1 lakh ഇട്ടിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദി ഔട്ട്ഫ്ലോ. ദെൻ 1 year from now, ഫസ്റ്റ് ഇയർ എൻഡിൽ നമുക്ക് 30,000 കിട്ടുന്നു, സെക്കൻഡ് ഇയർ എൻഡിൽ നമുക്ക് 40,000 കിട്ടുന്നു, അതുകൊണ്ടാണ് പ്ലസ് വരുന്നത്. തേർഡ് ഇയർ എൻഡിൽ 40,000, ഫോർത്ത് ഇയർ എൻഡിൽ 30,000, ഫിഫ്ത്ത് ഇയർ എൻഡിൽ 30,000 കിട്ടുന്നു. ഓക്കെ, നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി NPV. ഹൗ ഡു യു ഡു ദാറ്റ്? ഇതൊക്കെ ക്യാഷ് ഫ്ലോസ് ആണ്. ക്യാഷ് ഫ്ലോസിനെ നമ്മൾ വി ഹാവ് എ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ്. ഈ ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് നിങ്ങൾക്ക് ടേബിൾ ആ കറസ്പോണ്ടിങ് ടേബിളിൽ കിട്ടും. ഓക്കെ, പ്രസൻറ്റ് വാല്യൂ ടേബിളിൽ നിങ്ങൾക്ക്, പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി അല്ല, പ്രസൻറ്റ് വാല്യൂ ഇത് ആനുവിറ്റി നമ്മൾ യൂസ് ചെയ്യില്ല. ഇവിടെ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ടേബിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ 1 rupee. അതിനകത്ത് നോക്കുകയാണെങ്കിൽ 15% റേറ്റ് ഓഫ് റിട്ടേൺ, 15%ൻ്റെ വാല്യൂയുടെ അടിയിൽ വരുന്ന എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ ഇറ്റ് ഇസ് 0.870, സെക്കൻഡ് ഇയർ 0.756, തേർഡ് ഇയർ 0.658, fourth year 0.572, fifth year 0.497. Okay, then what we do, ഇത് നമ്മളൊന്നും ചെയ്യേണ്ട, ബിക്കോസ് ദിസ് ഇസ് ദ പ്രസൻറ്റ് ആകുമ്പോൾ ഇറ്റ് ഈസ് 1 itself. ഓക്കെ, അപ്പോൾ അതിൽ പ്രശ്നമൊന്നുമില്ല. നൗ what we do is we find out the present value. Present value നമ്മൾ കണ്ടുപിടിക്കും. 1 lakh into 1 is 1 lakh. 30,000 into 0.870, 40,000 into 0.756, 40,000 into 0.658, 30,000 into 0.572, 30,000 into 0.497. Okay, now what happens? നമുക്കറിയാം ദിസ് ഇവിടെ മുകളിൽ മൈനസ് ബാക്കിയെല്ലാം പ്ലസ്. ഓക്കെ, റിമെമ്പർ ദ റൂൾ ഫോർ NPV. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് NPV? നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ മൈനസ് ദി ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, അത് ഓൾറെഡി പ്രസൻറ്റ് വാല്യൂലാണ്. നമുക്കത് പ്രസൻറ്റ് വാല്യൂ സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ഇൻ ദി പ്രസൻറ്റ്. ഓക്കെ, സോ വാട്ട് ഈസ് ദി ക്യാഷ് ഇൻഫ്ലോ? all of these things together: 26,100, 32,40, 26,320, 17,160, 14,910 എന്ന് പറഞ്ഞതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് the total comes to 1,14,730. 1,14,730 ആണ് ടോട്ടൽ വരുന്നത്, മൈനസ് ദി ക്യാഷ് ഔട്ട്ഫ്ലോ ഓഫ് 1 lakh. that gives you the NPV. NPV is equal to 14,730. Okay, 14,730 rupees ആണ്
net present value. Okay, remember the word net present value. Net present value എന്ന് പറയുമ്പോൾ എന്താണ്? Inflow, present value of cash inflow minus the present value of cash outflow. That is your net present value. Clear? So that is 14,730. ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ സിൻസ് ദിസ് ഇസ് ഓൺലി, ഇത് ഈ പ്രോബ്ലത്തിൽ ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഈ ഒരു പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. സോ ആക്സെപ്റ്റ്. ഓക്കെ, ആക്സെപ്റ്റ് ദി പ്രോജക്റ്റ്. നൗ ലൈക്ക് ഐ ഹവ് മെൻഷൻ, ഇഫ് ദർ ഇസ് എ കമ്പാരിസൺ, ഓക്കെ, ഒരു കമ്പാരിസൺ വരുന്നുണ്ടെങ്കിൽ ആസ് ഇൻ വേറൊരു പ്രൊജക്റ്റ് ഉണ്ട്, അപ്പോൾ ആ പ്രൊജക്റ്റ് ഉള്ള സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൗ ഡു യു സോൾവ് ദിസ്? സെയിം വേ, രണ്ടും ഈ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സിൽ, ഈ പറഞ്ഞിട്ടുള്ള ഇതേ മെത്തേഡിൽ തന്നെ പ്രോബ്ലം പ്രൊജക്ട് ബിയും കൂടി സോൾവ് ചെയ്യുക. ഫൈൻഡ് ഔട്ട് ദി NPV ആൻഡ് കമ്പയർ ചെയ്യുക വിച്ച് ഇസ് ഹയർ NPV ഏതിനാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചൂസ് ചെയ്യുക. Now ഈ ഒരു മെത്തേഡിന്, NPV മെത്തേഡിന് ഒരു ഫ്ലോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ ക്യാൻ ബി ഡിഫിക്കൾട്ട് ഇഫ് ദി ഇനീഷ്യൽ ഔട്ട്ലേ ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവണമെങ്കിൽ, ഇപ്പോൾ രണ്ട് പ്രോജക്റ്റ് ഉണ്ടെന്ന് വെച്ചോ, രണ്ട് പ്രോജക്റ്റിനും 1 lakh ആണ് ഔട്ട്ലേ, ഇനീഷ്യൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 1 lakh ആണ്. ഓക്കെ, ആൻഡ് യു ഗോട്ട് two NPVs. ഫസ്റ്റ് NPV is 14,730 നമ്മൾ ഈ പ്രോജക്റ്റിൽ കണ്ടുപിടിച്ച പോലെ. രണ്ടാമതെന്ന് പറയുന്നത് 10,700 എന്ന് വെച്ചോ. ഓക്കെ, NPV 1 ഓഫ് ദി പ്രോജക്റ്റ് എ, സെക്കൻഡ് NPV പ്രോജക്റ്റ് ബിയുടെ. രണ്ടിനും 1 ലക്ഷമാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാം. ദർ ഇസ് നോ ഇഷ്യൂ ഇൻ ദാറ്റ്. സിമിലർ ആയിട്ടുള്ള പ്രൊജക്റ്റുകളാണ്, സിമിലർ ക്യാഷ് എക്സ്പെൻസസ് ഉള്ളതാണ്, റൈറ്റ്, സിമിലർ ഔട്ട്ഫ്ലോസ് ഉള്ളതാണ്. പക്ഷേ what happens if you are comparing a project with NPV 1 lakh, I mean with a cost of 1 lakh and an NPV of 14,000 and another maybe another project with cash, maybe, I mean the outlay is around 2 lakhs and the NPV might be 20,000 അല്ലെങ്കിൽ 30,000. which is better എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. NPVയുടെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു ഫ്ലോ അതാണ്. ഓക്കെ, ഏറ്റവും വലിയൊരു ഫ്ലോ അതാണ്. Now there is a shortcut method for this, പക്ഷേ that shortcut is useful only when it is an annuity. ഓക്കെ, അതായത് ഇപ്പോൾ ഈ മെത്തേഡിൽ, ഈ പറഞ്ഞിട്ടുള്ള മെത്തേഡിൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഡിഫറെൻറ്റ്. Now ക്യാഷ് ഇൻഫ്ലോസ് ഡിഫറെൻറ്റ് അല്ലാത്ത സാഹചര്യങ്ങളുണ്ടാവും. ഓക്കെ, ആ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിങ് ഫാക്ടർ എന്ന് പറയുന്നത് ആനുവിറ്റിയുടെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഉണ്ട്, അത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ക്യാഷ് ഇൻഫ്ലോസ് ഇൻ ടു യുവർ ഡിസ്കൗണ്ടഡ് ആനുവിറ്റി ഫാക്ടർ. ഓക്കെ, ആ ഡിസ്കൗണ്ടഡ് പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് PVAF ടേബിൾ നോക്കിയിട്ട് അതിനൊരു ഫാക്ടർ ഉണ്ടാവും. എത്ര വർഷത്തേക്കുള്ളതാണ്, 5 years ആണെങ്കിൽ 5 years, 4 years ആണെങ്കിൽ 4 years. ആ ടേബിൾ വാല്യൂ നോക്കിയിട്ട് നിങ്ങൾ ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഒറ്റയടിക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഓൺലി മെൻറ്റ് ഫോർ annuities അല്ലെങ്കിൽ meant for situations where the cash inflows are same throughout the years. Okay, അത് ഞാൻ ഇവിടെ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് റെലവെൻറ്റ് എ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ആണ്. ഡിഫറെൻറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. സോ ദാറ്റ്സ് വാട്ട് ഐ എം ഡിസ്കസിങ് റൈറ്റ് നൗ. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ സെയിം ഇനീഷ്യൽ ഔട്ട്ലേ വരുന്ന സിറ്റുവേഷനിൽ കമ്പാരിസൺ ഇസ് എ പോസിബിലിറ്റി. പക്ഷെ അല്ലാത്ത സിറ്റുവേഷനിലോ അവിടെയാണ് ഒരു ഫ്ലോ വരുന്നത്. ഈ NPVയുടെ ഏറ്റവും വലിയൊരു ഫ്ലോ വരുന്നത് അവിടെയാണ്. ഓക്കെ, ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ദി ഡിസഡ്വാൻറ്റേജസ്, ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഫോർ ഓൾ യുവർ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് ഇസ് ദാറ്റ് ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ടൈം വാല്യൂ ഓഫ് മണി. ഓക്കെ, it takes into consideration time value of money, no doubts in that. Now ഇവിടെ നമ്മൾ ക്യാഷ് ഫ്ലോ ഓഫ് ദി എൻറ്റയർ പ്രോജക്റ്റ് നമ്മൾ നോക്കുന്നുണ്ട്. പലപ്പോഴും മെത്തേഡ്സിൽ ഈ എൻറ്റയർ ക്യാഷ് ഫ്ലോ നോക്കാണ്ട് പോകുന്നു, പ്രത്യേകിച്ച് ഈ പേ ബാക്ക് മെത്തേഡ്സിൽ. ഇപ്പോൾ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് ആണെങ്കിൽ പോലും ഇറ്റ് വിൽ നോട്ട് ബോദർ വിത്ത് ദി എൻറ്റയർ ക്യാഷ് ഫ്ലോ. ഓക്കെ, ജസ്റ്റ് ആ പേ ബാക്ക് ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഇവിടെ വെൽത്ത് മാക്സിമൈസേഷൻ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ NPV പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ വെൽത്ത് മാക്സിമൈസേഷൻ സംഭവിക്കുള്ളൂ. അല്ലാത്ത ഏത്, ഇപ്പം നെഗറ്റീവ് ഏത് ആണെങ്കിൽ പോലും ഈ പറഞ്ഞിട്ടുള്ള വെൽത്ത് മാക്സിമൈസേഷനെതിരെയാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഈക്വൽ ക്യാഷ് ഫ്ലോസിന് നല്ല സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ് NPV മെത്തേഡ്. ആൻഡ് എസ്പെഷ്യലി മ്യൂച്വലി എക്സ്ക്ലൂസീവ് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
you can pick only either one project. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ NPV മെത്തേഡ് is extremely useful. Okay, now ഈ മെത്തേഡിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഡിസിമിലർ ആയിട്ടുള്ള ലൈഫ്. ഓക്കെ, ലൈഫ് ഡിസിമിലർ അല്ലെങ്കിൽ ഇനീഷ്യൽ ഔട്ട്ലേ ഡിസിമിലർ ആണെങ്കിൽ ഈ മെത്തേഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് യൂസ്ഫുൾ. കമ്പയർ ചെയ്യാൻ ഒരു ബേസിസ് വേണം. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പ്രോബ്ലത്തിനകത്ത് നമുക്ക് ഒരു കമ്പാരിസൺ വരുന്നില്ല. കമ്പാരിസൺ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 1 lakhും 1 lakhും 5 years, ഇത് 5 yearsൻ്റെ കേസാണ്. അതേപോലെ തന്നെ അപ്പുറത്തതും 5 years ആണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. അതല്ലാത്ത സിറ്റുവേഷനിൽ കമ്പാരിസൺ ബിക്കംസ് ഡിഫിക്കൾട്ട്. ഓക്കെ, പിന്നെ ഈ മെത്തേഡിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്ന റേറ്റ് ആണ്. ഈ 15% ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ഡിസൈഡ് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ്. പിന്നെ ഈ കാൽക്കുലേഷൻസ് ആണെങ്കിലും ആസ് യു നോ ഇറ്റ് ഇൻവോൾവ് സ്ലൈറ്റ്ലി കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം വാല്യൂ മണി ഈസ് എ കോംപ്ലിക്കേറ്റഡ് കൺസെപ്റ്റ്. ലെറ്റ്സ് എഗ്രി ടു ദാറ്റ്. ആ കോംപ്ലിക്കേഷൻ ഇതിനകത്തും വരുന്നുണ്ട്. ഈവൻ ദോ ഇറ്റ് ഈസ് സ്ട്രക്ചറലി സിമ്പിൾ മെത്തേഡ് ആണെങ്കിലും ചില സിറ്റുവേഷൻസിൽ ഇറ്റ് ക്യാൻ ബിക്കം unnecessarily complicated. Okay, so these are the advantages and disadvantages that I have said. ഇനിയുള്ളത് എന്ന് പറയുന്നത് അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, അല്ലെങ്കിൽ ഇതിന് വിളിക്കുന്ന വേറൊരു പേരാണ് ഡിസ്കൗണ്ടഡ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. ഓക്കെ, നൗ ഈ NPVയുടെ ഒപ്പം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് NPV കമ്പാരിസൺ ഇത്തിരി ബെനക്കേഡാണ്. ട്രൂ, എക്സ്ട്രീംലി ട്രൂ. കാരണം എന്താ, NPV എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ള നമ്മൾ NPV വാല്യൂസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിമിലർ ആയിട്ടുള്ള ലൈഫുകൾ അല്ലെങ്കിൽ ഡിസിമിലർ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോസ് അല്ല ക്യാഷ് ഔട്ട് ഫ്ലോസ് വരുന്ന സിറ്റുവേഷൻസിൽ ഈ കമ്പാരിസൺ ബിക്കംസ് ഡിഫിക്കൾട്ട്. Okay, it's like comparing two different students with two different backgrounds. If similar backgrounds, similar upbringings ഉള്ള പിള്ളേർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അവരെ കമ്പയർ ചെയ്യാം. പക്ഷേ ഹൂ ഇസ് എ ബെറ്റർ സ്റ്റുഡൻറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്സ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നില്ല. വന്ന ജീവിത സാഹചര്യങ്ങൾ ഒരു ഫാക്ടറാണ്. ദ കൈൻഡ് ഓഫ് പാരൻസ് ദേ ഹാവ്, ദ കൈൻഡ് ഓഫ് സൊസൈറ്റി ദേ ലിവ് ഇൻ, ദ കൈൻഡ് ഓഫ് കൾച്ചർ ദേ ഗ്രോ അപ്പ് ഇൻ. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ദ അറ്റൻഷൻ ഓഫ് ടീച്ചേഴ്സ് ഓൺ ദ സ്റ്റുഡൻറ്റ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഒരു കുട്ടിയുടെ മാർക്സിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ കമ്പാരിസൺ പോസിബിൾ ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്, സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ കമ്പാരിസൺ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തിയററ്റിക്കലാണ്. നിങ്ങൾക്ക് പഠിക്കാൻ അങ്ങനെ പ്രോബ്ലം വൈസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. അതിൻ്റെ തിയറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് മനസ്സിലാവും. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഇൻറ്റു 100. ഓക്കെ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഇൻറ്റു 100. ഓക്കെ, നേരത്തെ പറഞ്ഞ കേസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തൊട്ട് മുമ്പത്തെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് let's say 1,14,730 ആണ്. ഓക്കെ, 1,14,730 and the present value of cash outflow is 1 lakh. Okay, so നോക്കുകയാണെങ്കിൽ the value that you will get is 1.147 അങ്ങനെ എഴുതാം. Okay, 1.147 is the present value index. Okay, അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, പ്രസന്റ് വാല്യൂ ഇൻഡെക്സ് അല്ല, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഓക്കെ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഓഫ് 1.14 എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിത്തിങ് മോർ ദാൻ 1, ഓക്കെ, 1നേക്കാളും കൂടുതലായിട്ടുള്ള സംഭവം യു ക്യാൻ സേ യെസ്, ആക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, നൗ ഇഫ് യു ആർ കമ്പയറിംഗ് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് പ്രോജക്റ്റ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ NPVയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രസന്റ് വാല്യൂ ഓഫ് ദി ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് മേ ബി ഓക്കെ. സോ ലെറ്റ്സ് ടേക്ക് ദി പ്രോജക്റ്റ് ബി. പ്രോജക്റ്റ് ബിയുടെ ഒരു അസ്യൂം ചെയ്യാണ് നമ്മൾ പ്രോജക്റ്റ് ബി ഹാവിങ് മേ ബി ക്യാഷ് ഔട്ട്ലേ അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ഓഫ് 5 lakh. ഓക്കെ, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദി പ്രീവിയസ് വൺ. 5 lakh ആണ്. ആൻഡ് ദി ക്യാഷ് ഇൻഫ്ലോ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഇസ് 5,25,000. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ യുവർ NPV വുഡ് ബി ഫോർ പ്രോജക്റ്റ് ബി NPV വുഡ് ബി 25,000. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ
this one has a higher NPV അല്ലേ? പ്രൊജക്ട് ബിക്കാണ് ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ ഹയർ NPV ഉള്ളത്. Now if you find out the profitability index for this situation, that would be if you are dividing 5,25,000 by 5 lakh, that is, it comes to approximately 1.05. Okay, 1.05 is the profitability index for project B, and 1.147 is the profitability index for project A. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ, what does it say? Even though the NPV of project B is higher, significantly higher than the project A, the profitability index, ഇവർ തമ്മിലുള്ള റേഷ്യോ നോക്കുകയാണെങ്കിൽ, ഇൻഡെക്സ് ഓഫ് ഇൻഫ്ലോസ് ടു ഔട്ട്ഫ്ലോസ് നോക്കുകയാണെങ്കിൽ project B is lower. Okay, project B is lower than that of project A. So what does this signify? ഇതെന്താ സിഗ്നിഫൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ project A is considerably more profitable in terms of the amount invested. നമ്മൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും പ്രോഫിറ്റബിലിറ്റി കിട്ടുന്നുണ്ട്, whereas 5 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത്രേ കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ് ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? Now this is one method for finding out the profitability index. Now using NPV നമുക്ക് ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ആ മെത്തേഡ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് പ്രസന്റ് വാല്യൂ ഇൻഡെക്സ് അല്ലെങ്കിൽ എക്സസ് പ്രസന്റ് വാല്യൂ ഇൻഡെക്സ് എന്നാണ്. ദാറ്റ് ഈസ് NPV ഡിവൈഡഡ് ബൈ ദി പ്രസന്റ് ക്യാഷ് ഔട്ട്ഫ്ലോ. അങ്ങനെയും നമുക്കിത് കണ്ടുപിടിക്കാം. ക്ലിയർ? സോ ദീസ് ആർ ദ ടു മെത്തേഡ്സ് ഇൻ വിച്ച് വി യൂസ് profitability index. Now ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, profitability index is actually to be used along with NPV. NPV യുടെ ഒപ്പം യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. It is not simply a standalone method, and it should be used in situations where NPV, the outlays of NPVs are different ആയിട്ടുള്ള ഔട്ട്ലേ വരുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യം വരുന്നത്. Now decision rule എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, naturally the one with the higher profitability index should be chosen. Okay, ഹയർ NPV ഉള്ളത് അല്ലെങ്കിൽ ഹയർ PI അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഉള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നൗ ഇൻ സിറ്റുവേഷൻസ് ഇഫ് ദ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഇസ് ലെസ് ദാൻ 1, ഇറ്റ് ഇസ് എ നോ. ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ലെസ് ദാൻ 1 എപ്പോഴാണ് സംഭവിക്കുന്നത്? വെൻ ദി ഔട്ട്ഫ്ലോ ഇസ് മോർ ദാൻ ദി ഇൻഫ്ലോ. ഓക്കെ, വെൻ ദി ഔട്ട്ഫ്ലോ ഇസ് മോർ ദാൻ ദി ഇൻഫ്ലോ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഇസ് ലെസ് ദാൻ 1. ഡോണ്ട് ചൂസ് ഇറ്റ്, ഇറ്റ്സ് എ ബിഗ് നോ. Okay, NPVയുടെ റൂൾ എന്താണ്? The inflows must be more than the outflows. Present value of inflows must be more than the present value of outflows. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇൻഫ്ലോസ് കൂടുതലാണ് ഔട്ട്ഫ്ലോസിനേക്കാളും എന്ന സാഹചര്യത്തിലാണെങ്കിൽ we choose അല്ലെങ്കിൽ we approve the project. Okay, and when we compare similar projects, നമ്മൾ എന്താ ചെയ്യുക? NPV കൂടുതലുള്ള പ്രൊജക്റ്റിനെ നമ്മൾ ചൂസ് ചെയ്യും. ഡിസിമിലർ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ തമ്മിൽ വരുമ്പോഴാണ് നമ്മൾ ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുന്നത് ടു ഗിവ് ദി NPV ദ നെസസറി ബൂസ്റ്റ് അല്ലെങ്കിൽ ദി നെസസറി സപ്പോർട്ട് ടു മേക്ക് ഡിസിഷൻസ്. ഓക്കെ, ഇനി വി മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ, IRR അല്ലെങ്കിൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. നൗ ഈ പറഞ്ഞിട്ടുള്ള NPVയുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എ റേറ്റ് ഓഫ് റിട്ടേൺ. ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ഈ പറഞ്ഞിട്ടുള്ള NPV അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് തരുന്നില്ല. ഓക്കെ, വാട്ട് ഇറ്റ് ഡസ് ഇസ് we choose അല്ലെങ്കിൽ we find out present value based on an assumed ഫാക്ടറിന്റെ പുറത്താണ് നമ്മൾ present value കണ്ടുപിടിക്കുന്നത്. And this assumed value might be അല്ലെങ്കിൽ ഒരു required rate of return might be what do you say, it is something that we cook up അല്ലെങ്കിൽ we think up, something that is more than the cost of capital. അങ്ങനത്തെ കുറേ ക്രൈറ്റീരിയസ് വെച്ച് നമ്മൾ മനസ്സിൽ ചിന്തിച്ചെടുക്കുന്നതാണ്. We are not actually finding out the actual rate of return. Okay, now IRR is a solution for that. Okay, IRR എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൊല്യൂഷൻ ആണ്. IRR എന്ന് പറയുന്നത് ഏറ്റവും ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ അറ്റ് വിച്ച് NPV, the present value of cash inflow and the outflow are equal. Okay, present value of cash inflow equals to the present value of cash outflow എന്ന് പറയുമ്പോൾ remember NPV എന്ന് വെച്ച് കഴിഞ്ഞാൽ present value of cash inflow minus present value of cash outflow. IRR എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റേറ്റ് അറ്റ് വിച്ച് NPV is 0. NPV 0 ആവുന്ന സാഹചര്യത്തിൽ, that is when the present value of cash inflow and the present value of cash outflow are equal, അതാണ് IRR അല്ലെങ്കിൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, ഇതിനെ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ IRR എന്ന് വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എൻറ്റയർലി ഡിപ്പെൻഡൻ്റ് ഓൺ ദി
cash outlay and the cash proceeds of the investment. Cash outlay എന്ന് പറയുന്നത് ഇനീഷ്യൽ ഔട്ട്ലേയും മാത്രമല്ല നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ പറഞ്ഞിട്ടുള്ള IRRന്റെ റേറ്റ് ഫിക്സ് ആവുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് we use different rate of returns to find out the rate at which NPV is equal to 0. ഓക്കെ, പല റേറ്റുകളുടെ ഇടയിൽ നമ്മൾ കളിച്ച് ട്രയൽ ആൻഡ് എറർ വെച്ച് കളിച്ച് ഫൈനലി നമുക്ക് കിട്ടുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ. ക്ലിയർ? നൗ നമുക്ക് രണ്ട് സിറ്റുവേഷൻസിൽ നമുക്ക് ഈ IRR കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം. ഒന്ന് ഈക്വൽ ക്യാഷ് ഫ്ലോസ് ആകുമ്പോഴും രണ്ടാമത് അൺഈക്വൽ ക്യാഷ് ഫ്ലോസ്. നാച്ചുറലി ഈക്വൽ ക്യാഷ് ഫ്ലോസ് ഇസ് മച്ച് മോർ സിമ്പിൾ ദാൻ ദി അൺഈക്വൽ ക്യാഷ് ഫ്ലോ. ആൻഡ് പ്ലീസ് റിമെമ്പർ, ഈ പ്രോബ്ലം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഈ പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. IRR ഇസ് ഓഫൻ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ സിലബസിൽ. ഓക്കെ, സോ ലെറ്റ്സ് സീ ഇൻ കേസ് ഓഫ് ഈക്വൽ ക്യാഷ് ഫ്ലോ. ഈക്വൽ ക്യാഷ് ഫ്ലോന്റെ കേസിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ പ്രൊജക്ട് കോസ്റ്റ് ഇസ് 6,000 and it is expected to generate 2,000 over its life of 5 years, calculate IRR. Project cost എന്ന് പറയുന്നത് 6,000 rupees ആണ്. 2,000 രൂപ വെച്ചിട്ട് എല്ലാ കൊല്ലം ജനറേറ്റ് ചെയ്യും 5 വർഷത്തേക്ക്. സോ കാൽക്കുലേറ്റ് IRR എന്നാണ് ക്വസ്റ്റ്യൻ. നൗ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദി പ്രസന്റ് വാല്യൂ ഫാക്ടർ. പ്രസന്റ് വാല്യൂ ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ഇനീഷ്യൽ കോസ്റ്റ് divided by annual cash flow. Okay, annual cash flow, initial cost divided by annual cash flow, that is 6,000 divided by 2,000. What we get is 3. Now ഈ 3 എടുത്തിട്ട് നമ്മൾ present value annuity table നോക്കണം. present value annuity factor table നോക്കണം. Okay, that is a table that we have to search. എന്ത് വെച്ചിട്ട് we have to look at 3 in terms of 5 years. 5 years in the section 3 എവിടെയാണ് വരുന്നത് എന്ന് നോക്കാം. Okay, so I'm just taking the table. So 5 years ൻ്റെ അവിടെ ഇത് നോക്കാം. 3 എവിടെയൊക്കെ വരുന്നത് എന്നുള്ളത് നോക്കാം. Now 3 വരുന്നത് 2 ഇവിടെ വെച്ചിട്ട് 3യും 2 ആയിട്ട് മാറുന്നുണ്ട്. So one is 2.991 and another is 3.127, that is 18% and 20%. അതിൻ്റെ അർത്ഥം എന്താണ്? 18നും 20നും ഇടയിലാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ് എന്നുള്ളതാണ്. ഓക്കെ, ദി IRR ബിറ്റ്വീൻ 18 and 20% എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നൗ വാട്ട് ഡു വി ഡു? ഇതൊരു ടെൻറ്റേറ്റീവ് എസ്റ്റിമേഷൻ ആണ്, 18നും 20യുടെ ഇടയിലുള്ളത്. ഇവിടെ വെച്ചിട്ട് നമുക്കൊരു ടെൻറ്റേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് മതിയെങ്കിൽ ഇത്രയും നിർത്താം. ദാറ്റ് ഇസ് ഓൺലി ഇഫ് യു വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണെന്ന് IRR എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു അപ്രോക്സിമേഷൻ മതിയെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് ഹിയർ. ദർ ഇസ് നോ ഇഷ്യൂ ഇൻ ദാറ്റ്. എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടുള്ളൂ. ദാറ്റ് ഇസ് അത് പകുതിയല്ല, ചിലപ്പോൾ ക്വാർട്ടർ മാർക്ക് കിട്ടുള്ളൂ. സോ ദാറ്റ് ഇസ് 15 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കൊക്കെ മാക്സിമം കിട്ടുള്ളൂ ഇത്രയും ചെയ്ത് തന്നെ മാത്രം. ഓക്കെ, സോ അവോയ്ഡ് ദാറ്റ്. ലെറ്റ്സ് ഡു ദ ഹോൾ തിങ്. Now for a more precise thing, that what you need to do is you have to find out the present value at 18% and present value at 20%. So present value at 18% എന്ന് പറയുമ്പോൾ 2,000 ആണ് ആനുവൽ ഇൻഫ്ലോസ് വരുന്നത്. So 2,000 into 18% വാല്യൂ നോക്കുകയാണെങ്കിൽ 3.127 into 3.127. ഓക്കെ, ഇവിടെയാണെങ്കിലോ 2,000 into 20% ആണെങ്കിൽ നമുക്ക് നോക്കാം 2.991. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 6,254, 5,800. ഓക്കെ, സോ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂസ്, രണ്ട് പ്രസൻറ്റ് വാല്യൂസ് കിട്ടുന്നു. 18% at 18% at 20%. ഓക്കെ, നൗ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇൻറ്റർപോളേഷൻ ഫോർമുലയാണ്. ഓക്കെ, നൗ സിൻസ് വി ഹാവ് ദി അപ്പർ ലിമിറ്റ് ആൻഡ് എ ലോവർ ലിമിറ്റ്, നമ്മൾ ഇൻറ്റർപോളേഷൻ ഫോർമുല വെച്ചിട്ട് വി ഫൈൻഡ് ഔട്ട് ദി ലിമിറ്റ് ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ദ റേറ്റ് ഇൻ ബിറ്റ്വീൻ നമ്മൾ നോക്കുന്നു.
That is using interpolation formula. Okay. A formula എന്ന് വെച്ച് കഴിഞ്ഞാൽ I'll write down the formula and describe it. L plus P1 minus Q divided by P1 minus P2 into H minus L. Okay, I'll explain what each of these things are. L എന്ന് വെച്ച് കഴിഞ്ഞാൽ lower discount rate. Okay, that is ഈ കേസിലാണെങ്കിൽ 18. Okay, H എന്ന് പറയുന്നത് high discount rate. ഈ കേസിൽ 20. Okay, P1 എന്ന് പറയുന്നത് present value at lower rate. Present value lower rate. That is ഈ കേസിൽ പറയുകയാണെങ്കിൽ 6254. Okay, P2 എന്ന് പറയുന്നത് present value higher rate. ഈ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ 6000 അല്ല 5800. Okay, Q എന്ന് പറയുന്നത് your outlay. Okay, Q എന്ന് പറയുന്നത് outlay അല്ലെങ്കിൽ നമ്മളുടെ initial investment എന്ന് പറയുന്നത് 6000. Okay, so let's substitute this into the formula. നമുക്ക് ഈ ഫോർമുലയിലേക്ക് ഒന്ന് substitute ചെയ്യാം. So for that I'm just clearing off the previous ones. So let's apply this formula, that is IRR is equal to lower interest rate എന്ന് പറയുന്നത് 18, lower discount rate L is equal to 18 plus P1 എന്ന് പറയുന്നത് is 6254 minus Q അല്ലേ, Q എന്ന് പറയുന്നത് 6000 the initial outlay divided by P1 again 6254 minus P2 5800. Okay, into H minus L. H എന്ന് പറയുന്നത് എത്ര, higher interest rate 20 minus 18. Okay, when you solve this you will get the rate of return, that is 18 plus 254 minus 454 into 2, that is equal to 18% plus 1.12%, that is equal to 19.12%. Okay, so 19.12 is the IRR. Okay, IRR is equal to 19.12. See, notice it is between the 20 and 18. 18 and 20 ഇടയിലുള്ള ഒരു വാല്യൂ ആണ് നമ്മുടെ IRR എന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ. ഓക്കെ, സോ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇനി അടുത്തതെന്ന് പറയുന്നത് അൺഈക്വൽ ക്യാഷ് ഫ്ലോൻ്റെ സെക്ഷനിലേക്കാണ്. വിൽ ഗെറ്റ് ഇൻ ടു ദാറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി കേസ് ഇൻ വിച്ച് ദി ക്യാഷ് ഫ്ലോസ് ആർ അൺഈക്വൽ. ക്യാഷ് ഇൻഫ്ലോസ് അൺഈക്വൽ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത സെറ്റ്. So let's look at the problem. അത് നമുക്കൊരു പ്രോബ്ലം വഴി നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. So you'll get a better understanding. From the following info, calculate IRR. Cost is 22,000. First year 12,000, second year 4,000, third year 2,000 and fourth year 10,000 ആണ് നമുക്ക് കിട്ടുന്നത്. Calculate IRR. So finding out IRR എന്ന് പറയുമ്പോൾ ഇതിനകത്തും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് PV ഫാക്ടർ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. Initial investment divided by average annual cash flow. Okay, average annual cash flow കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ്. സോ since we know the cash inflows 12,000 plus 4,000 plus 2,000 plus 10,000, 12 plus 4 plus 2 plus 10 divided by 4, that is 7,000. Okay, 7,000 ആണ് വരുന്നത്. 7,000 is the average cash inflow. So present value എന്ന് പറയുന്നത് ഈ കേസിൽ initial investment is 22,000 divided by 7,000. Okay, ഞാൻ 12 4 എന്നൊക്കെ പറയുന്നത് 12,000 4,000 2,000 10,000 ആണ്. സോ അങ്ങനെയാണ് 7,000 വന്നിരിക്കുന്നത്, നോട്ട് ടു ഗെറ്റ് കൺഫ്യൂസ്ഡ്. സോ 22 by 7,000 എന്ന് പറയുന്നത് 3.14 ആണ്. ഓക്കെ,
ഇനി നമ്മൾ നോക്കേണ്ടത് ടു ഫൈൻഡ് ഔട്ട് ദി പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. അത് കിട്ടണമെങ്കിൽ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ടേബിളാണ് നോക്കേണ്ടത്. ഫോർ റെഫറൻസ് പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ടേബിളിൽ നമുക്കറിയാവുന്നത് എന്താണ്? നമുക്കറിയാം 4 years ആണ് ടൈം ലൈൻ. 4 yearsൽ 3.14 എന്നുള്ളത് ഏറ്റവും അടുത്ത വാല്യൂ ഏതാണ് എന്ന് നോക്കാം. 3.14. സോ ഇറ്റ് ഈസ് 3.17ഉം 3.03 എന്നുള്ളതാണ് ഏറ്റവും ക്ലോസസ്റ്റ്. സോ ഇറ്റ്സ് ബിറ്റ്വീൻ ദിസ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഏറ്റവും ക്ലോസസ്റ്റ് എന്ന് പറയുന്നത് 3.17 ആണ്. സോ ദാറ്റ് ഈസ് 10%. സോ ഇങ്ങനെയാണ്, ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടുന്നത്. സോ 10% ഇസ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്. നൗ so we find out 10% is the starting point. Okay, ഇതാണ് നിങ്ങളുടെ ട്രയൽ റേറ്റ്. Okay, this is something known as a trial rate. Now assuming 10% discount factor, what we have to do is we have to find out NPV. നമുക്ക് IRR എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? when NPV is equal to 0. അതാണ് ചോദ്യം. എപ്പോഴാണ് NPV 0 ആവുന്നത്? സോ അതിന് നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ നേരത്തെ IRR ഈക്വൽ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്തത്? നമ്മളൊരു ഹയർ ലിമിറ്റും ഒരു ലോവർ ലിമിറ്റും നോക്കി, റൈറ്റ്? സോ വി നീഡ് ടു ഫൈൻഡ് എ ഹയർ ആൻഡ് ലോവർ ലിമിറ്റ്. വിൽ സ്റ്റാർട്ട് വിത്ത് 10% ഫസ്റ്റ്. 10% വെച്ച് നോക്കുമ്പോൾ NPV വിൽ ബി ഐദർ എ പോസിറ്റീവ് വാല്യൂ ഓർ എ നെഗറ്റീവ് വാല്യൂ. അതിനനുസരിച്ച് വി നീഡ് എ പോസിറ്റീവ് NPV ആൻഡ് എ നെഗറ്റീവ് NPV. അത് രണ്ടിൻ്റെയും ഇടയിൽ ആണ് ഈ പറഞ്ഞിട്ടുള്ള ആക്ച്വൽ NPV വാല്യൂ 0 വരുന്നൊരു റേറ്റ് നമുക്ക് കിട്ടുക. ഓക്കെ, so that is this 10% is our starting point. So let's solve the problem. Now assuming 10% returns, assuming 10% discount factor, what we do is we find out the NPV. ഈ കേസിൽ നോക്കുകയാണെങ്കിൽ years 1, 2, 3, 4. okay, cash flow നമുക്ക് നോക്കാം. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ 12,000, സെക്കൻഡ് ഇയറിൽ 4,000, തേർഡ് ഇയറിൽ 2,000 ആൻഡ് ഫോർത്ത് ഇയറിൽ 10,000. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദി ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ്. 10%ലെ ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് ഒന്ന് നോക്കുക. 0.909, 0.826, 0.751 ആൻഡ് 0.683. അതിവിടെ എഴുതുക. ഓക്കെ, ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് 10%. ഓക്കെ, 0.909, 0.826, 0.751, 0.683. Then present value cash flow. നമുക്ക് നോക്കാം. 12,000 into 0.909 is 10,908. 4,000 into 0.826 is 3,304. 2,000 into 0.751 എന്ന് പറയുമ്പോൾ 1,502. and 10,000 into 683 എന്ന് പറയുന്നത് 6,830. so your NPV, so not your NPV, this total present value inflow is equal to ഇതിൻ്റെ ടോട്ടൽ ചെയ്യുമ്പോൾ 22,544. that brings, so what is your outflow? നമ്മുടെ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് എത്രയാണ് ഈ പ്രോബ്ലത്തിൽ? ഇറ്റ്സ് ഗിവൻ outflow, present value of outflow is equal to 22,000. that is the initial outlay. so what is the NPV? NPV is equal to 544. okay, 544 ആണ് NPV എന്നുള്ളത് നമുക്ക് കിട്ടി. so this is the first, ആ 10% വെച്ച് നമ്മൾ കണ്ടുപിടിച്ച കാര്യമാണിത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സിൻസ് we've got a positive NPV പോസിറ്റീവ് ആണ്, ദാറ്റ് ഈസ് 10% വെച്ച് ചെയ്തപ്പോൾ നമുക്ക് പോസിറ്റീവ് ആണ് കിട്ടിയിരിക്കുന്നത്, പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇനി അടുത്ത റേറ്റ് ഓഫ് അല്ലെങ്കിൽ അടുത്ത പെർസെൻറ്റേജ് നമ്മൾ എടുക്കേണ്ടത് എ ഹയർ പെർസെൻറ്റേജ് ആണ്. ഓക്കെ, നമുക്കപ്പോൾ ഇപ്പോൾ ഈ ടേബിളിലേക്ക് നോക്കാം. ടേബിളിൽ 10 ആണ്, 10നേക്കാളും ഹയർ ആയിട്ടുള്ളത് ഏതാ? 12%. അപ്പോൾ ഇനിയുള്ള വാല്യൂസ് 12% വെച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇതേ സംഭവം തന്നെ ഇൻസ്റ്റെഡ് ഓഫ് 10% വി ഡു എ 12%. അപ്പോൾ നമുക്കിവിടെ വിൽ ജസ്റ്റ് ഡ്രോ ദിസ് ലൈൻ സെപ്പറേറ്റ്. ക്യാഷ് ഫ്ലോസ് റിമെയിൻ ദ സെയിം. പ്രസൻറ്റ് വാല്യൂ നമുക്കിവിടെ പുതിയത് എഴുതാം അറ്റ് 12%. ഓക്കെ, 12%ൻ്റെ പ്രസൻറ്റ് വാല്യൂ നമുക്കൊന്ന് ചെയ്യാം. ലെറ്റ്സ് റൈറ്റ് ഡൗൺ ദി വാല്യൂസ്. 12%ൻ്റെത് 0.877, സോറി 0.877 അല്ല, 0.893, 0.797, 0.712, 0.639. okay, sorry, 636. let's write that down.
0.893, 0.797, 0.712, 0.636. Okay, present value cash flow when it is 12%. Okay, at 12% നമുക്ക് ഇവിടെ എഴുതാം. അത് എത്രയാണ് വരുന്നത്? 12,000 into 893. 0.893 is 10,716. Then 4,000 into 797 എന്ന് പറയുന്നത് 3188. Then 2,000 into 0.712 എന്ന് പറയുന്നത് 1424. Then 10,000 into 0.636 എന്ന് വെച്ചാൽ 6,360. ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ടോട്ടൽ എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഇൻഫ്ലോ ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 21,688. നമുക്കറിയാം ഔട്ട്ലേ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 22,000 ആണ്. സോ വാട്ട് ഈസ് ദി NPV ദാറ്റ് വി ഹാവ്? NPV is equal to minus 312. Okay, so minus 312. So we can safely say that IRR is between 10% and 12%. Okay, ഇപ്പോൾ ചില സിറ്റുവേഷൻസിൽ if you are not very familiar, ഇപ്പോൾ this is a guideline in case you are not familiar with your അല്ലെങ്കിൽ you forget your how to do the interpolation method. ചില സമയത്ത് സംഭവിക്കാറുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ you can ignore അല്ലെങ്കിൽ you can stop here, right? IRR is equal to between 10 and 12% എന്ന് വെച്ച് നിർത്തി കഴിഞ്ഞാൽ you will get maybe 50 or 60%. There is a chance that you might get anywhere between 50 to 60 അല്ലെങ്കിൽ up to 70% of your marks. ഓക്കെ, ആൻസർ പേപ്പറിൽ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു 15 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു 70% മാർക്സ് വരെ നിങ്ങൾക്ക് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടാം. ദാറ്റ് ഈസ് ഇഫ് അറ്റ് ഓൾ യു ഫോർഗെറ്റ് അബൌട്ട് ദി ഇൻ്റർപൊലേഷൻ മെത്തേഡ്. സാധാരണഗതിയിൽ IRR ചോദിക്കുമ്പോൾ വി ടീച്ചേഴ്സ് എക്സ്പെക്ട് എ ഫുൾ വാല്യൂ, അതായത് IRR എക്സാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ഇൻ്റർപൊലേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന എക്സാക്ട് വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്. സോ നൗ സിൻസ് വി നോ ദി ഹയർ വാല്യൂ ആൻഡ് ദി ലോവർ വാല്യൂ, വാട്ട് വി നീഡ് ടു ഡു ഇസ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി IRR യൂസിങ് ഇൻ്റർപൊലേഷൻ മെത്തേഡ്. അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദ ലോവർ L നമുക്കറിയാം, H നമുക്കറിയാം, Q is 22,000 ആൻഡ് P1 എന്ന് പറയുന്നത് 22,544, P2 എന്ന് പറയുന്നത് 21,688. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വി നോ ഫ്രം ദിസ് അബവ്. ഈ മുകളിലത്തെ കാര്യം വെച്ചിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. സോ ഡയറക്ട്ലി വി ഗോ ഇൻ ടു ദി IRR ഫോർമുല. ഈ പറഞ്ഞിട്ടുള്ള ഇൻ്റർപൊലേഷൻ വഴിയുള്ള കാൽക്കുലേഷനിലേക്ക് നമുക്ക് പോവാം. ലെറ്റ് മീ ജസ്റ്റ് ഗെറ്റ് റെഡ് ഓഫ് ദ തിങ്സ് ഓൺ ദ ടോപ്പ്. ഓക്കെ, സോ ദ ഫോർമുല ഇസ് L plus P1 minus Q divided by P1 minus P2 into H minus L. Okay, so we'll substitute L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% plus P1 എന്ന് പറയുന്നത് 22,544 minus Q എന്ന് പറയുന്നത് 22,000 divided by 22,544 minus P2 എന്ന് പറയുന്നത് 21,688 into 12 minus 10. That is equal to 10% plus 544 by 856 into 2. Okay, ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 10 plus 1.27, that is equal to 11.27%. So the IRR is equal to 11.27%. So this is how you do it in case of an unequal cash flow. If you still have doubts as to how we started it, please rewind the video. കാരണം ഞാൻ അത് റബ്ബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, so I can't show it. Go back to the slide. For you to remember simple steps എന്ന് പറയുന്നത്, first one, using annuity table, find out the starting point, initial percentage കണ്ടുപിടിക്കുക. Okay, using the number of years which is already given, you find out the percentage അല്ലെങ്കിൽ starting point. Find out the present value for the
present value of inflows and the NPV for the starting percentage. അത് ചെയ്ത് കഴിയുമ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ go for a higher percentage. In case NPV നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ look for a lower percentage. Okay, ഇതിനകത്ത് നമുക്ക് 10% വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ NPV 544 ആണ് വന്നത്. That means it was positive and that means you have to look for a higher percentage. 12% ആണ് നമ്മൾ നോക്കിയത്. In case നെഗറ്റീവ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ you have to look for a lower percentage. തൊട്ടടിയിലുള്ള പെർസെൻറ്റേജ് ആണ് നമ്മൾ എടുക്കേണ്ടത്. Okay, so since it is positive, we went for a higher percentage. നമ്മൾ 12% എടുത്തു. 12% വെച്ചിട്ട് ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. അവിടെ നമുക്ക് നെഗറ്റീവ് കിട്ടി. സോ വി ഹാവ് എ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്. ഓക്കെ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർപോളേഷൻ വെച്ചിട്ട് വി ഫൗണ്ട് ഔട്ട് ദി IRR. ദാറ്റ് ഈസ് വാട്ട് ദിസ് എൻറ്റയർ തിങ് വാസ്. ഓക്കെ, സോ ഹോപ്പ് യു ആർ ക്ലിയർ ഇൻ ദിസ്. Now coming to the decision criteria, എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക എന്ന് നോക്കണമെങ്കിൽ higher the IRR we choose that. Okay, ഏതാണ് ഹയർ അതാണ് നമ്മൾ ചൂസ് ചെയ്യുക if it is a comparison between two. Now if you are looking at, if you have a cut off rate which is given or a minimum rate of return which is given, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന IRR if it is greater than the cut off rate, സാധാരണ രീതിയിൽ കട്ട് ഓഫ് റേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിട്ടുള്ള റേറ്റ് ആയിരിക്കും. If the minimum cut-off rate is given and the IRR is greater than the minimum cut-off rate, accept the project. അതല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. If you are comparing two different projects and no cut-off rate is given, choose the project with the higher IRR. Okay, hope the decision criteria is simple. Now if you're talking about advantages, again it takes into consideration the entire cash flow, it takes into consideration time value of money. It actually gives, ഇതിനകത്ത് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. IRR ആക്ച്വൽ ഒരു പിക്ചർ കൊടുക്കുന്നുണ്ട്. പ്രോഫിറ്റബിലിറ്റി പെർസെൻറ്റേജ്, വാട്ട് ഇസ് ദി ആക്ച്വൽ ഇന്റേണൽ റേറ്റ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഡിഫറെൻറ്റ് പ്രൊജക്ട്സിന് ഡിഫറെൻറ്റ് സൈസുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് കമ്പയർ ചെയ്യാം. പ്രൊജക്ട് എ, പ്രൊജക്ട് ബി ഹാവിങ് ടു ഡിഫറെൻറ്റ് ഇനീഷ്യൽ ഔട്ട്ലേസ്, ഇതെല്ലാം നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, നൗ ഇറ്റ് ഈസ് ഈ IRRൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അതൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ്. ഈ ട്രയൽ ആൻഡ് എറർ പോലെ നടത്തി അത് കിട്ടുക എന്ന്, ഇപ്പോൾ ഈ എക്സാമ്പിൾ എടുത്തത് വളരെ സിമ്പിൾ എക്സാമ്പിളാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഓക്കെ ഇറ്റ്സ് നോട്ട് ടു ക്രിയേറ്റ് കൺഫ്യൂഷൻ. പക്ഷേ സാധാരണ രീതിയിൽ IRR കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആണ്. ആൻഡ് എന്താ പറയുക, ചില സിറ്റുവേഷൻസിൽ നമുക്ക് കൃത്യം ആൻസർ നമുക്ക് അതിൽ വന്നെത്താനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. It's also dependent on NPV method for a lot of things. നമ്മളിവിടെ NPV 0 ആയി കിട്ടണം എന്നുള്ളൊരു കാര്യം, and it's dependent on another method for its success. ആൻഡ് ലാർജ് പ്രൊജക്റ്റുകൾക്ക് ഇത് അത്രയും യൂസ്ഫുൾ അല്ല. ഓക്കെ, അത് ഒരു വലിയൊരു ഫാക്ടറാണ് ഇതിനകത്ത് വരുന്നത്. സോ ദാറ്റ്സ് ദി മെയിൻ തിങ് ദാറ്റ് advantages and disadvantages that you have to consider when it comes to using IRR. Okay, so the last method that we have to discuss in the discounting techniques is net terminal value. Now net terminal value is different from the other methods because ഇതിനകത്ത് ഏറ്റവും വലിയൊരു assumption എന്നൊക്കെ പറയുന്നത് ഈ ആനുവൽ ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, എവറി ഇയർ ദാറ്റ് വിൽ ഗെറ്റ് പർട്ടിക്കുലർ എമൗണ്ട്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ എല്ലാ കൊല്ലം സിമിലർ ആയിട്ടൊരു എമൗണ്ട് അല്ലെങ്കിൽ എല്ലാ കൊല്ലം ഡിഫറെൻ്റ് ആയിട്ടൊരു എമൗണ്ട് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നൗ ഈ എമൗണ്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒന്നും ചെയ്യുന്നില്ലെന്ന രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പക്ഷേ NTVയുടെ ഏറ്റവും വലിയൊരു ഡിഫറൻസ് ഫാക്ടർ എന്ന് പറയുന്നത് കമ്പയർഡ് ടു ദി അതർ മെത്തേഡ്സ്, ഈ പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വേറെ അസറ്റിൽ റീഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, ദി മെയിൻ അസംപ്ഷൻ ഇസ് ദാറ്റ് ഈച്ച് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ റിസീവ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ഇയർ ഇസ് റീഇൻവെസ്റ്റഡ്. അത് റീഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സർട്ടൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലായിരിക്കാം, ഏതെങ്കിലും വേറെ രീതിയിലൊരു അസറ്റ് ആയിരിക്കാം. ആൻഡ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കൊല്ലം തൊട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ലൈഫ് ടൈം അല്ലെങ്കിൽ ടെർമിനേഷൻ ടൈം ഉണ്ടല്ലോ, അതുവരെ നമ്മളത് വി വിൽ കീപ്പ് ഇറ്റ് ഇൻവെസ്റ്റഡ്. അതാണ് ഇതിനകത്ത് ഏറ്റവും മെയിൻ അസംപ്ഷൻ. Now how do you find that out? What we do is ഈ പറഞ്ഞിട്ടുള്ള റീഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ആ റീഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവത്തിൻ്റെ വാല്യൂം ഈ പറഞ്ഞിട്ടുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ NTV എന്ന് പറയുന്നത്. സോ വിൽ ഡു എ പ്രോബ്ലം, ടെക്സ്റ്റിലുള്ളൊരു പ്രോബ്ലം തന്നെയാണ്, ആ പ്രോബ്ലം ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും വാട്ട് ഈസ് NTV എന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി പ്രോബ്ലം.
പ്രോബ്ലം എന്ന് പറയുന്നത് പ്രോജക്റ്റ് കോസ്റ്റ് 20,000 rupees, 20,000 project cost. Life is 5 years. Cash inflow equal to 5,000 rupees per annum. Cost of capital is 10%, and the expected interest rates at which annual cash inflows are reinvested as follows. First year അവസാനം കിട്ടുന്ന പൈസ നമ്മൾ 8% ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. സെക്കൻഡ് ഇയർ എൻഡിൽ 8%, തേർഡ് ഇയർ എൻഡിൽ കിട്ടുന്നത് 9%, ഫോർത്ത് ഇയർ എൻഡിൽ കിട്ടുന്നത് 6%, ഫിഫ്ത്ത് ഇയർ എൻഡിൽ കിട്ടുന്നത് 5%. Okay, this is the interest rates that is given. Now, advise whether the above project should be accepted or rejected using NTV. എന്നുള്ളതാണ് ചോദ്യം. Okay, so let's look at how we solve this problem. Okay, first and foremost നമുക്ക് years 1, 2, 3, 4, 5 എഴുതാം. Okay, ഇനി അടുത്തതെന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോസ് ആണ്. 5,000 ഒക്കെ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് വി റൈറ്റ് ഓവർ ഹിയർ. എല്ലാ കൊല്ലം നമുക്ക് 5,000 വെച്ചിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, നൗ അടുത്തതെന്ന് പറയുന്നത് പീരിയഡ് ഓഫ് റീഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് പീരിയഡ് എത്ര നാൾ? അതായത് ഈ 5,000 ആദ്യം കിട്ടുന്ന 5,000 ഇറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് ഇറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ. അപ്പോൾ ഫസ്റ്റ് ഇയർ എൻഡ് കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ആൻഡ് ഫിഫ്ത്ത് ഇയർ 4 കൊല്ലം ഇൻവെസ്റ്റ്മെന്റ് കിടക്കുന്നുണ്ട്. സെക്കൻഡ് ഇയർ എൻഡിൽ കിട്ടുന്നത് എത്രയാണ്? തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയറിൽ കിടക്കും. സോ 3 years. എൻഡ് ഓഫ് തേർഡ് ഇയറിൽ കിട്ടുന്നത് 2 years ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിടക്കും. എൻഡ് ഓഫ് ഫോർത്ത് ഇയറിൽ കിട്ടുന്നത് 1 കൊല്ലം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുക്കും. ആൻഡ് എൻഡ് ഓഫ് ഫിഫ്ത്ത് ഇയറിന് ഇൻവെസ്റ്റ്മെന്റ് പീരീഡ് ഇല്ല. ഓക്കെ, ഇട്ട അപ്പം തന്നെ എടുക്കുക എന്നുള്ളതാണ്. സോ ദീസ് ആർ ദി ഇൻവെസ്റ്റ്മെന്റ് പീരിയഡ്സ്. ഇനി നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കറസ്പോണ്ടിങ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഫസ്റ്റ് ഇയറിൻ്റെ കിട്ടുന്നത് നമ്മൾ 8% ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഇയറിൽ കിട്ടുന്നത് 8%, തേർഡ് ഇയറിൽ കിട്ടുന്നത് 9%, ഫോർത്ത് ഇയറിൽ കിട്ടുന്നത് 6%, ആൻഡ് ഫിഫ്ത്ത് ഇയറിൽ കിട്ടുന്നത് 5%. കറസ്പോണ്ടിങ് ഇൻട്രസ്റ്റ് റേറ്റുകൾ, ആ ക്വസ്റ്റ്യനിൽ കാണിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റുകൾ നമ്മൾ അതേപോലെ തന്നെ എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഫാക്ടറിൻ്റെ ടേബിൾ എടുക്കണം. നോട്ട് ദി ആനുവിറ്റി വൺ, ദി കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ. ഓക്കെ, നൗ ആഫ്റ്റർ റൈറ്റിംഗ് ദി കറസ്പോണ്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ്സ് നമ്മൾ ഇനി നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പൗണ്ട് വാല്യൂ എത്രയാണെന്നുള്ളത്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്രയും കൊല്ലം ഇട്ടതിൻ്റെ ബേസിസിൽ എത്ര ഗിവൺ ദി പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ആൻഡ് അസ്യൂമിങ് ദി പീരിയഡ്, ഇത് രണ്ടും കണക്കിലെടുത്തുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള 5,000 രൂപ എത്രയായി മാറും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമ്മൾ എടുക്കേണ്ട ടേബിൾ എന്ന് പറയുന്നത് കോമ്പൗണ്ട് വാല്യൂ എടുക്കുന്ന നോട്ട് ദി ആനുവിറ്റി ടേബിൾ, കോമ്പൗണ്ട് ആനുവിറ്റി, ദ കോമ്പൗണ്ട് ഫ്യൂച്ചർ വാല്യൂ ഫാക്ടർ ടേബിൾ. ഓക്കെ, നോട്ട് ദി ഫ്യൂച്ചർ വാല്യൂ ആനുവിറ്റി ടേബിൾ, ഫ്യൂച്ചർ വാല്യൂ ഫാക്ടർ ടേബിളാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനകത്ത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി പറയാൻ പോണത്. നൗ ടു ഫൈൻഡ് ഔട്ട് ദി ഫ്യൂച്ചർ വാല്യൂ ഫാക്ടർ വാട്ട് യു നീഡ് ടു ഡു ഇസ് ഈ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡും ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റും നമ്മൾ നോക്കണം. 5,000 എന്നൊരു എമൗണ്ട് ഇറ്റ് ഈസ് ഇൻവെസ്റ്റഡ് ഫോർ 4 years at 8%. അപ്പോൾ 4 years 8% നോക്കുക. 4 years 8% നോക്കുമ്പോൾ നമുക്ക് 1.36 കിട്ടും. അടുത്തത് 3 years 8% നോക്കുക, 1.26 കിട്ടും. 2 years 9% നോക്കുക, നമുക്ക് 1.186 കിട്ടും. 1 year 6% നോക്കുക, നമുക്ക് 1.06 കിട്ടും. ആൻഡ് 0 years എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി അസ്യൂംഡ് ആസ് 1. ഓക്കെ, അതിപ്പോൾ 5 ആയാലും ഏതായാലും ഇറ്റ് ഈസ് 1 itself. Okay, 5 ആയാലും 10 ആയാലും present value is 1 itself. Okay, so this is how we get the compounding factor. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ compounding in cash flow into the present value compounding factor. Okay, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടും. 5,000 into 1.36, 5,000 into 1.26, 5,000 into 1.186, 5,000 into 1.06, 5,000 into 5,000. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്കൊരു സെഡ് വാല്യൂ കിട്ടും. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 29,330. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് പെർട്ടിക്കുലർ വാല്യൂ ദാറ്റ് യു ഗെറ്റ് ഇസ് ദി ടോട്ടൽ കോമ്പൗണ്ടഡ് സം. ഓക്കെ, ടോട്ടൽ കോമ്പൗണ്ടഡ് സം ആണ് ഈ പറഞ്ഞത് കിട്ടിയിരിക്കുന്നത്. ഇതിനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് സംതിങ് ഇൻ ദ പ്രോബ്ലം, ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഗിവൺ ഇസ് 10%. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള 10% അറ്റ് ദ റേറ്റ് 5 years. ഓക്കെ, 5 വർഷം 10%ൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ നോക്കണം. ഓക്കെ,
ഡിസ്കൗണ്ട് ഫാക്ടർ നോക്കണം. ആ 5 വർഷം 10 ഇയേഴ്സിന് ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയുമ്പോൾ ദാറ്റ് കംസ് ടു 0.621. ഓക്കെ, അപ്പോൾ 0.621 ഇൻറ്റു 29,330 ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 18,214. ഓക്കെ, 18,214. Now in order to find out the NTV, what we do is this represents the reinvestment, the inflows based on the reinvestment. To find out the NTV, we have to subtract 18,214 minus the cost. Namakki project no the cost, that is 20,000. Okay, so the value is negative 1786. Okay, 1786. So the NTV is negative, hence reject the method. Reject the project. Okay, since the NTV is negative, reject. Decision criteria is simple. Positive ആണെങ്കിൽ accept ചെയ്യുക, negative ആണെങ്കിൽ reject ചെയ്യുക എന്നുള്ളതാണ്. Okay, so hope you are clear on the method. I'll explain this once again. What we were given is, we were given the cost of the project, the time frame of the project, the inflows of the project, cost of capital, and ഈ പറഞ്ഞിട്ടുള്ള കിട്ടുന്ന എമൗണ്ട് നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുന്ന റേറ്റുകളും തന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് വി ഹാവ് ടു ഡു ഇസ് we have to find out how long each of these investments. ഇപ്പോൾ total life is 5 years. At the end of first year നമുക്ക് കിട്ടുന്ന 5,000 gets invested for 4 years. Second 5,000 gets invested for 3 years. Third 5,000 gets invested for 2 years. The fourth 5,000 gets invested for 1 year. And the last one does not have any investment period. കാരണം എന്താ, എൻഡ് ഓഫ് 5th ഇയർ തന്നെയാണ് നമുക്ക് ആ പൈസ കിട്ടുന്നത്. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല. ഓക്കെ, ആൻഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റുകൾ തന്നിട്ടുണ്ട്. Okay, so what is the first thing we do? We look at the future value factor table, and based on the investment period, time frame and the interest rate, we find out the factors. Okay, compounding factors നമ്മൾ കണ്ടുപിടിക്കുക. Cash inflows into the compounding factor നമ്മൾ ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് കോമ്പൗണ്ട് സം കിട്ടും. ഓക്കെ, കോമ്പൗണ്ടിങ് സം നമുക്ക് കിട്ടും. ഓരോന്നിൻ്റെയും എല്ലാത്തിൻ്റെയും ടോട്ടൽ വരുമ്പോൾ ടോട്ടൽ കോമ്പൗണ്ടിങ് സം നമുക്ക് കിട്ടും. Now total compounding sum നമ്മൾ എന്താ ചെയ്യുക, ഇതിനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. വി കൺവേർട്ട് ദിസ്, കാരണം ഇത് ഫ്യൂച്ചറിൽ കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ആണ്. ആ റീഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഫ്യൂച്ചർ വാല്യൂ അല്ലെങ്കിൽ കോമ്പൗണ്ടഡ് വാല്യൂ ആണ്. അതിനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആ കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐദർ ഗിവൻ ഇൻ ദി പ്രോബ്ലം, അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ദിസ്, when we find out the discount factor for 10% and 5 years, what do we get? We get 0.621, which we multiply with the total compound sum. This is the present value of the future inflows, that minus the cost of the project, we will get the net terminal value. It can be positive, it can be negative. Positive ആണെങ്കിൽ accept ചെയ്യുക, നെഗറ്റീവ് ആണെങ്കിൽ reject ചെയ്യുക. Okay, so this is all there is to in the discounting techniques. Discounting techniques li nammal discuss ചെയ്തിട്ടുള്ള ഏതൊക്കെയാ, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് ഡിസ്കസ് ചെയ്തു, NPV ഡിസ്കസ് ചെയ്തു, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ കോസ്റ്റ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ നമ്മൾ ഡിസ്കസ് ചെയ്തു, ദെൻ IRR ഡിസ്കസ് ചെയ്തു, ആൻഡ് ദെൻ NTV നെറ്റ് ടെർമിനൽ വാല്യൂവും കൂടി ഡിസ്കസ് ചെയ്തു. കീപ് ദിസ് ഇൻ മൈൻഡ്. നൗ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്രയും നാൾ ഡിസ്കസ് ചെയ്തിട്ട് ഡിസ്കൗണ്ടിങ് ആൻഡ് നോൺ ഡിസ്കൗണ്ടിങ് ടെക്നീക്സിൽ ARR ഒഴിച്ച് ബാക്കി എല്ലാത്തിലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ ആണ്. ഓക്കെ, എക്സെപ്റ്റ് ഫോർ ARR, നമ്മൾ ARRൽ മാത്രം നമ്മൾ ക്യാഷ് ഫ്ലോ അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വാട്ട് വി കൺസിഡർ ഇസ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്സ്. ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ ക്യാഷ് ഫ്ലോ ആണ്, ക്യാഷ് ഇൻഫ്ലോസ് ആണ് നമ്മൾ നോക്കുന്നത്. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ക്യാഷ് ഇൻഫ്ലോ? ക്യാഷ് ഇൻഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ. ഓക്കെ, വി ആഡ് ബാക്ക് ദി ഡിപ്രീസിയേഷൻ. നൗ ARRൽ മാത്രം ക്യാഷ് ഇൻഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ്. ഓക്കെ, ARR is accounting profits ആണ് നമ്മൾ നോക്കുന്നത്. Okay, so keep this in mind and remember to read the question carefully before you attempt. Hope you are clear on the content. In case of any doubts, please feel free to message me on my WhatsApp number. Thank you.